ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ മെയ് 14 എന്നെ ഞാൻ പുല്ല് പറിക്കുന്ന സമയത്ത് എന്തോ ഒന്നും കടിച്ചു കാലില്ല. പക്ഷെ ഞാൻ പഴുതാരയാണെന്ന് വിചാരിച്ചിട്ടിരുന്നേ. 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത്. അടുത്ത് തന്നെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഹോസ്പിറ്റൽ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ 9:30-ക്കാണ് വരുന്നത്. 9:45 8:30-ക്കാണ് എന്നെ ഇത് കടിച്ചത്. 9:45-നാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നത്. ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഒന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല, പഴുതാരയാണല്ലോ കടിച്ചതെന്നുള്ള വിശ്വാസത്തിൽ ഞാനും ഇരുന്നു. എന്നെ ഒന്നും നോക്കുമ്പോൾ ഒന്നും കാണാനുമില്ല കടിച്ച സ്ഥലത്തുനിന്ന്. ഇവിടുന്ന് ഡോക്ടർ പറഞ്ഞു ജില്ലാ ആസ്പത്രിയിൽ പോകണം, നിങ്ങളുടെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്താൽ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് ലോട്ടറി വിറ്റിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ലോട്ടറി ഒരെണ്ണം പോയിട്ടില്ല ആ സമയത്ത്. അതെല്ലാം അവിടെ വെച്ചുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നത്. പക്ഷേ ഡോക്ടറോട് ചോദിച്ചു ഇന്ന് പോകണോ സാറേ എന്ന് ചോദിച്ചപ്പോൾ ആ പോകണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് ഇതെന്താണെന്ന് അറിയണ്ടേ ചോദിച്ചു. അങ്ങനെ ആ സിസ്റ്ററാണ് എൻ്റെ ഫോണിൽ നിന്ന് പിള്ളേരെ വിളിച്ചത്. എൻ്റെ മരുമോൻ വരുമ്പോഴത്തേക്കും എനിക്ക് ബോധമില്ലാണ്ടായി. പക്ഷേ എൻ്റെ വായിൽ കൂടെയൊക്കെ ബ്ലഡ് വന്നു എന്ന് ഇവർ പറയണു. ദൈവം അത്ഭുതകരമായിട്ട് എന്നെ രക്ഷപ്പെടുത്തി. ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്തൊക്കെയോ കുറേ ഇഞ്ചക്ഷനൊക്കെ കയറ്റിയതിന് ശേഷം എന്നെ ഇവിടെ അത്താണി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 3 ദിവസം ഞാൻ ICUയുടെ ഉള്ളിലായിരുന്നു. അതിന് ശേഷം വാർഡിലേക്ക് മാറ്റി. എൻ്റെ ദേഹം മുഴുവൻ വട്ടത്തിൽ, ഒരു പപ്പടത്തിൻ്റെ വട്ടത്തിലായിരുന്നു ബ്ലഡ് കട്ടായിട്ട് കിടന്നിരുന്നത്. എന്നെ കാണാൻ വന്നിരുന്ന ആൾക്കാരൊക്കെ ഞാൻ നടക്കുന്നതിനോട് പറഞ്ഞു നിങ്ങൾ തിരിച്ചു വരുമെന്ന് വിചാരിച്ചില്ല എന്ന്. എൻ്റെ യേശു, എൻ്റെ ദൈവം എനിക്ക് ആയുസ് വീണ്ടും തന്നു. അപ്പോൾ എനിക്കതിനെ സംബന്ധിച്ച് കുറേ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. ഞാനിപ്പോഴും മരുന്ന് കഴിക്കുന്നു. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാരം ഉയർത്തിപ്പിടിച്ച് ഇന്ന് ഈ മൈക്ക് പിടിക്കാൻ കാരണഭൂതനായവൻ, ഈ മൈക്ക് പിടിക്കാൻ കാരണഭൂതനായവൻ ഈ മൈക്ക് പിടിക്കുമ്പോൾ അവളെ പൂർണ്ണമായി വിടുവിക്കുകയാണ്.